ഈ പറയുന്ന രീതിയിൽ ഇപ്പം എന്താ നടക്കുന്നത്? പരസ്പരം ശപിച്ച് പിരിയാണ്. ഇതിൽ രണ്ടിൽ ഒരാളെ ഇപ്പൊ പറയുന്നത് സത്യം ഉണ്ടാവുള്ളൂ. ഒരാൾ എന്തായാലും കളവായിരിക്കും പറയുന്നത്. പക്ഷേ ഇസ്ലാമിക കോടതിയിൽ അത് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ പോലും ബാഹ്യമനുസരിച്ച് വിധിക്കാനേ നിവൃത്തിയുള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ രണ്ടാളും വളരെ ഗുരുതരമായ നിലക്കാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അതിൽ ആരോ ഒരാൾ കളവ് പറയുന്നുണ്ട്. പക്ഷെ അതാരാന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും മനസ്സിലാക്കാൻ കഴിയൂല. കാരണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അന ബശറുൻ, ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. പല ഘട്ടങ്ങളിലും അവിടുന്ന് പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് സഹാബിമാരോട്. വാദിയും പ്രതിയുമൊക്കെ നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് കേസ് വാദിക്കുമ്പോ അവരിൽ നല്ല വാചാലമായി സംസാരിക്കുവാനും നല്ല വാക്ചാതുരിയോടുകൂടി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഏത് സത്യത്തെയും അസത്യമാക്കാനും ഏത് അസത്യത്തെയും സത്യമാക്കാനുമൊക്കെ മനുഷ്യന്റെ നാവുകൊണ്ട് വാദിച്ചിട്ട് സാധിക്കുന്ന ലോകമാണല്ലോ ഈ ദുനിയാവ്. അങ്ങനെയുള്ള പല കേസുകളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പലരും അങ്ങനെ വാദിച്ച് സംസാരിക്കുമ്പോ അതിർത്തി തർക്കത്തിന്റെ പേരിലും ഭൂമി കയ്യേറ്റത്തിന്റെ പേരിലുമൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞിട്ടുണ്ട് പലതവണ, ഓ ജനങ്ങളെ, ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. എൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങൾ കേസ് വാദിക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ വാചാലമായി സത്യമാണതെന്ന് തോന്നിക്കുന്ന നിലക്ക് ആരാണോ സംസാരിക്കുന്നത് അത് കേൾക്കാനല്ലേ എനിക്ക് കഴിയുകയുള്ളൂ. നിങ്ങളിൽ ഒരാൾ കള്ളം പറയുന്നയാളുണ്ടാകും, പക്ഷേ അത് എനിക്ക് മനസ്സിലാക്കാനാവില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വാക്ചാതുരിയും അതുപോലെ തന്നെ നിങ്ങളുടെ കേസിന്റെ വാദങ്ങൾ സമർത്ഥിക്കുമ്പോൾ അതിൽ ഏതാണ് സത്യവുമായി യോജിച്ചു വരുന്നതെന്ന് കണക്ക് കൂട്ടി ബാഹ്യമായ വിധികൾ അനുസരിച്ച് വിധിക്കാനല്ലേ എനിക്ക് സാധിക്കുകയുള്ളൂ. കാരണം രഹസ്യമറിയുന്നവൻ അല്ലാഹുവാണ്. നമുക്ക് ബാഹ്യമനുസരിച്ചല്ലേ വിധിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അന്യായമായി അവന്റെ വാക്ചാതുരി കൊണ്ട് വല്ലതും നേടിപ്പോകുന്നുണ്ടെങ്കിൽ അതവന് നല്ലതാണെന്ന് ഒരിക്കലും അവർ വിചാരിക്കണ്ട. ഒരു തുണ്ട് ഭൂമിയെങ്ങാനും ഒരാളെൻ്റെ അടുക്കൽ നിന്ന് അങ്ങനെയുള്ള കള്ളം പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്ന് വിധി അനുകൂലമാക്കി നേടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ നരകത്തിയുടെ കഷ്ടമാണ് ഞാൻ അവന് ചാർത്തിക്കൊടുക്കുന്നത് എന്ന് ഗൗരവത്തോടെ അത്തരക്കാര് ആലോചിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ താക്കീത് കൊടുത്ത അനുഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ പോലും അള്ളാഹു പ്രത്യേകം വഹയിലൂടെ ഒരാളെ കുറിച്ച് അറിയിച്ചു കൊടുത്താലല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന വാദിയുടെയും പ്രതിയുടെയും മനസ്സ് വായിക്കാനൊന്നും അറിയില്ല. എന്നാൽ ഇന്ന് പലരും ഔലിയാക്കളെന്ന് പറയപ്പെടുന്ന, അതല്ലെങ്കിൽ ഔലിയാക്കളുടെ പേരിലൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലപ്പാട്ടുകളിലൊക്കെ പറയുന്നത് എന്താണ്? ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന കൃതിയിൽ ജനങ്ങൾ അവകാശപ്പെടുന്നത്, ശൈഖിനെ കുറിച്ച് പറയുന്നത്, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുഹയ്യിദ്ദീൻ ശൈഖിന് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ഹൃദയത്തിൽ എന്തൊക്കെയാണ് ആരൊക്കെ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് എന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു കുപ്പിയിലുള്ള ദ്രാവകത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത് പോലെ ശൈഖ് അവറുകൾക്ക് അതേ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ മനസ്സിലുള്ളതൊക്കെ വായിക്കാൻ അറിയും. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതുമൊക്കെ കൺകൊണ്ട് കണ്ട പോലെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഇന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഓ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത്, രോഗം മാറ്റിത്തരണേ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്, ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്, ആപത്തുകളിൽ നിന്ന് കാവല് നൽകണേ എന്നൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നവരുടെ വിശ്വാസം ഇതാണ്. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അവിടുത്തെ മുമ്പിൽ ഇത്തരത്തിലുള്ള വാദിയും പ്രതിയും ഒന്ന് കേസ് വാദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞുവോ, നിങ്ങളിൽ ഒരാൾ കള്ളം പറയുന്നുണ്ട്, ആ കള്ളം പറയുന്നോന്റെ മനസ്സെനിക്കറിയാം, അതുകൊണ്ട് ഞാനതാ ഞാൻ ആ കേസങ്ങ് ഇപ്പൊ കള്ളി വെളിച്ചത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂല് അവരോട് സംസാരിച്ചിട്ടില്ല. എന്താ കാരണം? അള്ളാന്റെ റസൂലിനത് അറിയൂല, അള്ളാഹ് അറിയിച്ചു കൊടുത്താലേ അറിയുള്ളൂ. ഹൃദയാന്തരാളങ്ങൾ നോക്കുന്നവനും അറിയുന്നവനും അള്ളാഹു മാത്രമാണ്. അതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കിയിരിക്കണം. സഹോദരങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം.